ഹലോ നമസ്കാരം, ആർ ടി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. LPSAയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നു. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് പലർക്കും ഫലമുണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം. ഒരുപാട് പേര് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ ചിലർക്കെല്ലാം എക്സ്പെക്റ്റ് ചെയ്ത റാങ്കിലേക്ക് എത്തിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അതോടെ നിൽക്കട്ടെ, നെക്സ്റ്റ് ടൈം അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ചിലരെങ്കിലും പ്രതീക്ഷിച്ചേക്കാൾ മുകളിൽ റാങ്കിലെത്തി എന്ന് പറയുന്നവരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. അതും കേട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാം. ഇനി എന്താണ് ഈ ഘട്ടത്തിൽ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. LPSAയുടെ മുൻ വർഷത്തെ ലിസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം റാങ്ക് വരെ നമുക്ക് ജോലിയിലേക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്, ഓരോ ജില്ലയിൽ നിന്നുള്ള എങ്ങനെ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു അവലോകനം നടത്തിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എത്ര കാലം കാത്തു നിൽക്കണം, എങ്ങനെയൊക്കെ കിട്ടും, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ധാരണ അതിൽ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, ഓരോ ജില്ലയുടെയും ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 482 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ മാർക്ക് വന്നിരിക്കുന്നത് 379 വരെയാണ്. ഈഴവ 376, മുസ്ലിം 382. അത് കോഴിക്കോട് ജില്ലയിലെ കേസാണ്. വയനാട്ടിലാണെങ്കിൽ 102 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഓപ്പൺ കോമ്പറ്റീഷൻ 73, ഈഴവ 96, മുസ്ലിം 84. മറ്റ് കാസ്റ്റുകളെ കുറിച്ചുണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഓരോ ജില്ലയുടെയും ഡീറ്റെയിൽസ് തരാം. തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ 519 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 375, ഈഴവ 384, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 35 വരെ, OBC 364. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. മലപ്പുറത്തെക്കുറിച്ച് നോക്കുമ്പോൾ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 1185 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 973, ഈഴവ 978, SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 80, മുസ്ലിം 975 റാങ്ക് വരെ. ഓപ്പൺ കോമ്പറ്റീഷൻ 973 ഓർമ്മ വേണം. മുസ്ലിം 975, OBC 979. ഇതാണ് മലപ്പുറത്തിൻ്റെ അവസ്ഥ. പത്തനംതിട്ട നോക്കുമ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 220, ഈഴവ 224, മുസ്ലിം 277. തൃശ്ശൂർ ഓപ്പൺ കോമ്പറ്റീഷൻ 324, ഈഴവ 340, മുസ്ലിം 383. ടോട്ടൽ അഡ്വൈസ് 395 തൃശ്ശൂരിൻ്റെ കേസിൽ. പാലക്കാട് ടോട്ടൽ അഡ്വൈസ് 268 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതുവരെ ഉള്ള ലിസ്റ്റ് ഏതാണ്ട് ക്യാൻസലായാലോ ഇന്നലത്തോടു കൂടി. ഓപ്പൺ കോമ്പറ്റീഷൻ 222, ഈഴവ 233, മുസ്ലിം 225 വരെ. കണ്ണൂരിൻ്റെ കേസിൽ 354 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 89, ഈഴവ 83, മുസ്ലിം 243. കാസർഗോഡാണ് കുറച്ച് ഭേദപ്പെട്ട അഡ്വൈസ് പോയിട്ടുള്ളത്. 416 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 277 റാങ്ക് വരെയും, ഈഴവ 277 റാങ്ക്, മുസ്ലിം 482. ഈഴവ ഇതിൽ നോക്കുമ്പോൾ വിത്തിൻ ലിസ്റ്റാണ്, ഓപ്പൺ കോമ്പറ്റീഷൻ ലിസ്റ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയാണ് ഏതാണ്ട് ഞാൻ കുറച്ച് ജില്ലകളുടെ ലിസ്റ്റ് മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. ഇത് നോക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പായി, ജില്ലയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരു ഗ്രൂപ്പായി, ഇപ്പോൾ തന്നെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ വിവരാവകാശം വഴി മറ്റ് എല്ലാ സ്ഥലങ്ങളിലും പോയി വിവരാവകാശമായി രേഖകൾ കളക്ട് ചെയ്ത് എത്രത്തോളം ഒഴിവുകളുണ്ട്, എത്രത്തോളം ഒഴിവുകൾ ഇനി വരാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരാവകാശ രേഖ സമർപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പലപ്പോഴും പല അഡ്വൈസുകളും നടക്കാൻ സാധ്യത വരുന്നുള്ളൂ. അപ്പോൾ ലിസ്റ്റിലുള്ള അവസാനത്തെ ആൾക്ക് വരെ അഡ്വൈസുകൾ ലഭിക്കുന്നവരെ ഈ ടീം വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പലർക്കും കൂടുതൽ ഗുണം കിട്ടും. ഈ ലിസ്റ്റിൻ്റെ കാലാവധിക്കകത്ത് തന്നെ എത്രയും ഫാസ്റ്റായിട്ട് തന്നെ അഡ്വൈസ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ ജില്ലയുടെയും സാധ്യതകൾ വ്യത്യസ്തമാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ അഡ്വൈസ് എന്നുള്ളത് നമുക്ക് എടുക്കാമെങ്കിലും അതൊരു സൂചകമായിട്ട് കണക്കാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ കഴിഞ്ഞ വർഷം കുറഞ്ഞ അഡ്വൈസ് കിട്ടിയ സ്ഥലത്ത് ചിലപ്പോൾ ഈ വർഷം കുറച്ച് കൂടാം, ഈ വർഷം കൂടിയ സമയത്ത് അതേ നിരക്കിൽ തന്നെ തുടരാം. അതൊക്കെ ഓരോ സ്ഥലത്തെ ഒഴിവുകൾക്കനുസരിച്ച് നിൽക്കും. അത് എങ്ങനെയാണ് എന്നുള്ളത് അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ എവിടേക്ക് നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക, നമ്മൾ എവിടേക്കാണ് ഒഴിവുകൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. ഇതൊരു സൂചകമാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും തന്നെ ജോലി കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.